ബിജുമോൻ ജോസഫ് പാലക്കപ്പറമ്പിൽ. ഞാൻ നാങ്ങൽ പഞ്ചായത്തിൽ 5-ാം വാർഡിൽ താമസിക്കുന്ന ഒരു ക്ഷീരകർഷകനാണ്. ഞാനൊരു പ്രവാസിയായിരുന്നു. കുവൈറ്റിൽ 30 വർഷം ജോലി ചെയ്ത് 2025 നാട്ടിൽ തിരിച്ചെത്തി. ഉത്തരായ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിനാണ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. ക്ഷീരമേഖലയിലേക്ക് ഞാൻ കടന്നു വന്നത് ഒരു പശുവിനെ വാങ്ങിച്ചുകൊണ്ടാണ്. ഇപ്പോൾ എനിക്ക് 15ഓളം പശുക്കളുണ്ട്. എനിക്കൊന്നേ പറയാനുള്ളൂ, പശു വളർത്തൽ ഒരിക്കലും നഷ്ടമല്ല. നല്ല പാലുള്ള നല്ല ബ്രീഡിനെ വാങ്ങിച്ചു നമ്മൾ വളർത്തിയാൽ തീർച്ചയായിട്ടും ഇത് നമുക്ക് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഞാൻ പശുക്കളെ വാങ്ങിക്കുന്നത് കർണാടകയിലെ ചിന്താമണി, അതുപോലെ തമിഴ്നാട്ടിലെ ഈറോഡ് മാർക്കറ്റ്, കൃഷ്ണഗിരി, ഇവിടെയെല്ലാം പോയാണ് നല്ല പശുക്കളെ കൊണ്ടുവരുന്നത്. ഒരു നേരം 15-20 ലിറ്റർ പാല് കിട്ടുന്ന പശുക്കൾ എൻ്റെ ഫാമിലുണ്ട്. നമ്മൾ പശുക്കളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ പശുക്കളുടെ രക്തമെടുത്ത് പരിശോധിക്കണം. എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ പശുക്കൾക്ക് ചികിത്സ കൊടുക്കണം. എന്നെ ഈ ക്ഷീരരംഗത്ത് പിടിച്ചു നിർത്തി എനിക്ക് വേണ്ട സഹായങ്ങൾ തരുന്നത് നമ്മുടെ നേമൂരിലെ മൃഗാശുപത്രിയിലെ ഡോക്ടർ ബിന്നി മാഡം, അതുപോലെ കുറുപ്പന്ത്രയിലുള്ള ഡോക്ടർ ആനിമി സാർ. ഏത് പ്രതിസന്ധിയിലും നമ്മൾ വിളിച്ചാൽ അവർ ഓടിയെത്തുന്നു, പശുവിന് ആവശ്യമായ ചികിത്സ നൽകുന്നു. അതുപോലെ മാഞ്ഞൂർ പഞ്ചായത്തിൽ നിന്നും ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും നല്ല പ്രോത്സാഹനമാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ക്ഷീരകർഷകരോട് ഒന്നേ പറയാനുള്ളൂ, നമ്മുടെ പാലിന് കൊഴുപ്പില്ല. അതുകൊണ്ട് വില കുറവാണെങ്കിൽ നിങ്ങൾ പരുത്തിക്കുരു തലേ ദിവസം വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം ഓക്ക കൊടുക്കുമ്പോൾ പരുത്തിക്കുരു കൊടുത്താൽ മതി. അരയ്ക്കണമെന്നുമില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൊഴുപ്പ് കൂടും, നല്ല വിലയും കിട്ടും. ക്ഷീരരംഗത്ത് പിടിച്ചു നിന്ന് പശുക്കളെ മുന്നോട്ട് വാങ്ങിച്ച് നല്ലൊരു ക്ഷീരകർഷകനായി മാറാനാണ് ഞാൻ ഇനി ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. അതുപോലെ എനിക്ക് പഞ്ചായത്തിൽ നിന്നൊരു ആട്ടുംകൂട് കിട്ടുകയുണ്ടായി. അത് ഞാൻ വിപുലീകരിച്ച് ഇന്ന് 50ഓളം ആടുകളും ഞാൻ വളർത്തുന്നുണ്ട്. ആട്ടിൻ ചാണകവും ആട്ടിൻപാലിനും നല്ല വിലയുണ്ട്.